ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ കറിയുടെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതായത് അരിപ്പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു 1.25 കപ്പ് ചെറുപയർ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് പയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 വിസിലൊക്കെ മതിയാവും. 3 വിസിൽ കൊടുത്തിട്ട് എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി ചിരവിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് 2 വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ 2 ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് എരിവിന്, ഇതിപ്പം അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, 2 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ടല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന്, എന്നാൽ ഒരുപാട് തേങ്ങയായിട്ട് ഇങ്ങനെ കിടക്കുകയല്ല, കുറച്ചൊന്ന് അരഞ്ഞ് വരണം. ഈ ഒരു പരുവത്തിലെടുക്കണം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓയിലൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട്, കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അന്ന് തീ ഒന്ന് ജസ്റ്റ് കുറച്ച് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. തീ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഇങ്ങനെ കുറുകി പോകരുത്, ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി, ആ ഫ്ലേവറൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ മിക്സി ഒന്ന് കഴുകി അതിൽ വെള്ളമൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടൊരല്പം ഉപ്പ് നമ്മൾ ആദ്യം പയറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ തേങ്ങയ്ക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരല്പം കൂടെ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പയറിൽ കൂടുതലാണെങ്കിൽ ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിപ്പോവും. നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം ആ കുക്കറിൽ കുറച്ച് വെള്ളം അടിയിലുണ്ട്. കാര്യം പയറൊന്ന് അതെല്ലാം അബ്സോർബ് ചെയ്ത് വീർത്തതിന് ശേഷം അതിൽ ബാക്കി കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഗ്രേവി എല്ലാം ഈ പയറിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും ഈ പയർ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. പയർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചും. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. നന്നായിട്ട് അതിലേക്കൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.